ഹായ് ഗൈസ് കൊടുക്കുമില്ലേ ഞങ്ങൾ പോയിട്ട് വരേ പറയും. ഹായ് ഗൈസ്, എല്ലാവർക്കും അഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പഴനിക്ക് പോവുകയാണ് കേട്ടോ. ശീതേട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്, വണ്ടി വിളിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയിലൊക്കെ അല്ലേ, പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഓറഞ്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അവരെല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടോ, ഇത് എത്ര ദിവസത്തേക്കുള്ള ട്രിപ്പാണെന്ന്. ഇപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എത്ര ദിവസത്തേക്കാണ് പോകുന്നതെന്ന്. ഞങ്ങൾ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ വണ്ടി വിളിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടായത്. ബുദ്ധിമുട്ടല്ല, നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ചെറിയ ഒരു പ്രയാസം ഉണ്ടായത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് 12 മണിക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞത്. വണ്ടി 12 മണിക്ക് ആകുമ്പോഴത്തേനും എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവർ വിളിച്ചു പറഞ്ഞു കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഇത് ഞങ്ങളുടെ മാമൻ്റെ മരുമകളാണ് കേട്ടോ, അഞ്ജു എന്നാണ് പേര്. പിന്നെ അഞ്ജുവിൻ്റെ അമ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ അഞ്ജുവിൻ്റെ ഏട്ടനും അനിയത്തിയും, പിന്നെ അതേപോലെ അമ്മയുടെ പാപ്പൻ്റെ മകള്, പിന്നെ ഒരു ചെറിയൊരു മോനും. അങ്ങനെ അവിടുന്ന് അത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ഞാനും ഏട്ടനും മാമനും അമ്മായിയും പിന്നെ മാമൻ്റെ 2 മക്കളും പിന്നെ വേറെ ഒരു മാമൻ്റെ ഒരു മോനും. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ പോയത്. പിന്നെ ഞങ്ങളെ വെള്ളം സാധനങ്ങളൊക്കെ റോട്ടിലേക്ക് എത്തിക്കണം. റോട്ടിലാണ് വണ്ടി വരിക. ഞങ്ങൾ വീട്ടിൻ്റെ അവിടേക്ക് വലിയ വണ്ടി ട്രാവലറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ സ്കൂട്ടിയിലാക്കിയിട്ട് അവർ താഴേക്ക് എത്തിച്ചതാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വണ്ടി. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ദിവസത്തേക്ക് എന്തിനാണ് ഇത്രയും സാധനങ്ങൾ, ഫുഡൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിരിക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ. പിന്നെ ഇതത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നണമില്ല. എല്ലാവരും കൂടി ആയപ്പോൾ അത് രസമായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെ യാത്ര പുറപ്പെട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. 1 മണിക്കല്ലേ സമയം, നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പഴനിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. ഞങ്ങൾ പാലാഴിമഠത്തിലാണ് റൂം എടുത്തത്. സ്ഥിരമായിട്ട് പഴനിയിൽ യാത്ര പോകുന്നവർക്ക് അറിയാൻ മതിയായിരിക്കും പാലാഴിമഠത്തിനെ കുറിച്ചിട്ട്. ബാക്കിയുള്ള റൂമുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാലാഴിമഠത്തിൽ താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ അമ്മയും ശീതേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇവർ പോകുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇന്ന് തന്നെ തിരിച്ചു പോകും. ഞങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ റൂം എടുത്തത്. ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് പഴനിയിലെ ആ വേലില്ലേ, വേല് കാണാം കേട്ടോ. ഞങ്ങളിവിടെ എത്തിയ ടൈമിൽ ഇവിടെ റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ അവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആ നേരെ കാണുന്നതാണ് കേട്ടോ മുടി മുട്ടയടിക്കുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അവർ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കീ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ വേറെയും ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല ഉണ്ടായിരിക്കുക. ഞങ്ങൾക്ക് ഏറ്റവും മുകളിലെ ഭാഗമാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അധികം എല്ലാവർക്കും മുകളിൽ തന്നെയാണ് കിട്ടുക. താഴെയൊന്നും ഞങ്ങൾ അധികം ആളുകളെ കണ്ടിട്ടില്ല, എല്ലാവരും മുകളിൽ തന്നെയാണ് ഉള്ളത്. പിന്നെയാണെങ്കിലോ നല്ല തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. മുകളിലെത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര എന്താ പറയാമെന്നറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെയാണെങ്കിൽ പുലർച്ചെ സമയമാണല്ലോ, പുലർച്ചെ അല്ല ഒരു 6:30 6 മണി ആ ഒരു ടൈമാണല്ലോ. നല്ല തണുപ്പും ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. പക്ഷേ എന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് കേട്ടോ. അത് അപ്പുറത്തൊക്കെ നിൽക്കുന്നത് വേറെ ഫാമിലിയാണ് കേട്ടോ. അവിടേക്കാണ് ബാത്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ കുളിക്കാനും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ്. പിന്നെ ഇവിടെ ഒരു പ്രാവിൻ്റെ ഒരു കൂടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്തോ ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. വലിയ റേറ്റും ഇല്ല റൂമിനാണെങ്കിൽ. ഇവരൊക്കെ പോവാൻ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. അവിടെ കുറേ പേരുകൾ ബാഗൊക്കെ എടുത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർ ഇന്നലെ എങ്ങാനും വന്നതാണ്. അപ്പം ഇന്ന് അവർ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് കയറുകയാണ്. ഞങ്ങൾക്ക് ഇതാ ഫസ്റ്റിൽ തന്നെയാണ് ശീതേട്ട റൂമൊക്കെ തുറന്നിട്ട് കയറുകയാണ്. ഇതിൻ്റെ സ്വിച്ച് അവരുടെ അടുത്തുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ റൂമിൽ 2 പുൽപ്പായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര വലിയ റൂമൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു റൂം.
പക്ഷെ നമുക്കത് മതിയല്ലോ, നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂം എടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റൂം എടുത്തത്. പിന്നെ ഒന്ന് ഫ്രഷ് ആവണമല്ലോ, ബാത്റൂമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റൂമിൽ കയറിയിട്ട് റൂമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ബാഗും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ പീലിക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും നമ്മൾ എവിടെ എത്തിയെന്ന് പോലും അവൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ അല്ലെങ്കിലേ ഒന്നും അറിയില്ല. എന്നാലും ഇതെന്താ സംഭവം, വെള്ളമൊക്കെ വന്ന് നോക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ പീലിക്കുട്ടീനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിലൊക്കെ ഒരുപാട് നേരം ഇരുന്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരയോ, കുറേ ടൈം ഒരേപോലെ ഇരിക്കുകയല്ലേ. പക്ഷേ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത്. പിന്നെയാണെങ്കിൽ അവൾ എല്ലാവരുടെ അടുത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെ അടുത്തേക്കും പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ മക്കൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർ വെറുപ്പിക്കാനൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ യാത്ര മൊത്തം കൊളാകും. പക്ഷെ എന്താണെന്നറിയില്ല, പീലിക്കുട്ടിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മുട്ടയടിക്കുന്ന ടൈമിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. കാരണം അറിയാത്ത ഒരാളാണ്, പിന്നെ ബ്ലേഡൊക്കെ വെക്കുമ്പോൾ അഥവാ ഇളകിക്കുകയാണെങ്കിൽ മുറിയുമല്ലോ. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്നുള്ളൊരു ചർച്ച ചെയ്യലാണ് കേട്ടോ അവിടെ. പിന്നെ അതാ ദൂരെ കാണുന്നതാണ് കേട്ടോ പഴനി. ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം നേരെ ഇങ്ങനെ വെളുത്ത് വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം തന്നെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അഞ്ജുവിൻ്റെ അച്ഛനും ഏട്ടനാണ് കേട്ടോ പീലിക്കുട്ടി. അവരൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഞങ്ങൾ വന്ന പാട് കണ്ടതാണ് കേട്ടോ മയിലിനെ. ആകെ ഈ ഒരു മയിലിനെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പാറിപ്പോയിട്ടോ. മരം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ അപ്പുറത്തേക്കൊക്കെ പാടങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. വന്ന ടൈമിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെറസിൽ ഒരു സൈഡിലേക്കൊരു ഭാഗമുണ്ട്, റൂമൊന്നും ഇല്ലാത്തൊരു ഭാഗമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും ഇവിടെ അവർ നമുക്ക് ചായക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. കടലക്കറി ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കടലയൊക്കെ വെള്ളത്തിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഞങ്ങളൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോഴേക്കും അഞ്ജുവിൻ്റെ അമ്മയാണ് കേട്ടോ കറീൻ്റെ പണിയൊക്കെ നോക്കുന്നത്. പിന്നെ അമ്മായി ഉണ്ട് അവിടെ അടുത്ത്. അമ്മായി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടൊക്കെ റെഡി ആക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് എന്നുള്ളത്. പിന്നെ അതൊക്കെ ഒരു രസമല്ലേ, എന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ കടലക്കറീൻ്റെ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സാമ്പാറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവർ അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. പീലിക്കുട്ടി ശീതണ്ണൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോ പണി നടക്കുമ്പോഴും ഓരോരുത്തർ പോയിട്ട് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ബാത്റൂംസൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ വലിയ തിരക്കും ഇല്ല കേട്ടോ. ബാത്റൂമിൻ്റെ അടുത്തൊന്നും ആണെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇതാ ഈ സമയത്ത് അവിടെ താഴെ കാവടി തുള്ളുന്നുണ്ടായിരുന്നു. ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേൾക്കാനായിട്ട് പ്രത്യേക ഒരു സൗണ്ടാണല്ലോ ആ ചെണ്ടയ്ക്ക്. അങ്ങനെ അവിടെ കാവടി തുള്ളുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ അതാ അവിടെ ക്ലീൻ ആക്കുന്നുണ്ട് ഓരോ കടകളുടെ അടുത്ത്. അവിടെ എന്താണ് ഈ മുട്ട അടിച്ച് വന്നിക്കുകയാണെങ്കിൽ തലയിൽ മഞ്ഞൾ തേച്ച് കൊടുക്കൂലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറച്ച് മോതിരങ്ങളും അങ്ങനത്തെ ഫോട്ടോസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ അത്. അപ്പോൾ അത്യാവശ്യം നല്ല നേരം വെളുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴനീൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ ആ വേലിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ നല്ല ചുവപ്പ് കളറിൽ നമുക്ക് അമ്പലവും വേലിൻ്റെ അവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ നേരം വെളുക്കുമ്പോഴേക്കും അവരതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പീലിക്കുട്ടിയും ഞാനും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് അവിടെ വന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്ത് അവൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ടേ. കറിയൊക്കെ ഏകദേശം ആയപ്പോഴേക്കും പിന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചത് പണ്ട് ശബരിമലയ്ക്ക് പോയപ്പോഴാണ് കേട്ടോ. അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ഓർമ്മ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ മലേൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ പോയതായിരുന്നു. എന്നിട്ട് വണ്ടിയിൽ തന്നെ ഇതേപോലെ കുറേ സാധനങ്ങളും ചെമ്പും പാത്രവും
ഗ്യാസും സംഭവങ്ങളെല്ലാം കൊണ്ടിട്ട് പോയിട്ട് വലിയൊരു മലേൻ്റെ മുകളിൽ നിന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുക. അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ചെയ്തത് അങ്ങനെ ശബരിമലയ്ക്ക് പോയപ്പോഴാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചോറിൻ്റെയും ചായൻ്റെയും ഒക്കെ പണിയാകുമ്പോഴേക്കും ഞങ്ങൾ മുട്ടയടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പീലിക്കുട്ടിക്ക് പഴനിയിൽ വന്നിട്ട് മുട്ടയടിക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൾ മുട്ടയടിക്കുന്നുണ്ട്. പിന്നെ ഷീത്തേട്ടൻ്റെ കാര്യം, പീലിക്കുട്ടിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷീത്തേട്ടൻ മുട്ടയടിച്ചത്. അതേപോലെ മാമൻ്റെ മോളും മകനും മുട്ടയടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ റൂമിലെത്തി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. കുറേ പേരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും പീലിക്കുട്ടിയും കൂടെ ചായ കുടിക്കണം കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറിലേക്ക് കൊണ്ടുവന്ന അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ തുടങ്ങി പകുതി ആയപ്പോഴേക്കും പിന്നെ അമ്മയും ഷീത്തേട്ടനും അങ്ങനെ അവരും വന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പഴനിമല കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ റൂമൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പോയി വന്നിട്ട് കഴിക്കാനുള്ള ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വന്നിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ പഴനി ഞങ്ങൾ കയറി മുകളിൽ എത്തിയപ്പോഴാണ് അവിടെ ഞങ്ങളിങ്ങനെ നമ്മുടെ നാട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് റൂം എടുത്തതെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഭക്ഷണം എവിടുന്നാണ് കഴിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണമൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടില്ല, റൂം നല്ല റേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിക്കുക ഞങ്ങൾക്ക് നല്ല സ്ഥലമാണല്ലോ കിട്ടിയതെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേപോലെ ഭക്ഷണമാണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ കഴിക്കാനാണെങ്കിലും ടേസ്റ്റിൻ്റെ വിചാരിച്ച് പേടിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഫോൺ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ ഉള്ളിലേക്ക് കടത്തി വിടുക. പിന്നെ അതുമല്ല നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഇനി അഥവാ ഫോൺ കൊണ്ടുപോയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഉള്ളിൽ കയറ്റൂല, പിന്നെ അവിടെ വെക്കേണ്ടി വരും. പിന്നെ ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ എടുത്തതല്ല. ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞാനും ഷീത്തേട്ടനും പീലിക്കുട്ടിയും കൂടെ പിന്നെ വേഗം വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ആ ടൈമിൽ എടുത്ത വീഡിയോസാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവാണ്. പിന്നെ നന്നായിട്ട് നമ്മൾ പറ്റിക്കാൻ നോക്കൂ കേട്ടോ. പിന്നെ ഒരു രസം ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി ഞങ്ങളുടെ പിന്നാലെ വന്നു കേട്ടോ. കുറച്ച് പിന്നൊക്കെ വിൽക്കുന്ന കുട്ടിയാണ്. പിന്നെ ചെറിയ ചെറിയ ബുക്കുകളുണ്ട്, കളർ ബുക്ക് സംഭവങ്ങളൊക്കെ ആ കുട്ടീൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വാങ്ങുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ്. എത്ര നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ നമ്മളെ പിന്നാലേന്ന് പോകൂല. നമ്മൾ പൈസ കൊടുക്കുന്നത് വരെ നമ്മളെ പിന്നാലെ നടക്കും കേട്ടോ. അങ്ങനെ കുറേ നടന്ന് ഷീത്തേട്ടൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും ആ കുട്ടി തിരിച്ചു പോകുന്നേ ഇല്ല. ഞങ്ങൾ സാധനം വാങ്ങിക്കാത്ത ദേഷ്യത്തിന് ആ കുട്ടീൻ്റെ കയ്യിൽ കളർ ബുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബുക്ക് വെച്ചിട്ട് ഷീത്തേട്ടൻ്റെ തലയ്ക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും കിട്ടൂലെന്ന്. അങ്ങനെ അവൾ പോയി. പാവം തോന്നിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റിൽ കണ്ട 2 കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെല്ലാവർക്കും പൈസ കൊടുക്കാൻ നിൽക്കൂലല്ലോ. അങ്ങനെ പിന്നെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവർ ചായ പൈസ തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പിന്നാലെ നടക്കും കേട്ടോ. പിന്നെ കുപ്പിവളയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്, 10 രൂപ. പക്ഷേ നമുക്ക് നോക്കിയെടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതേപോലെ ക്രേബ് അധിക സാധനങ്ങൾക്ക് 10 രൂപ 20 രൂപ അങ്ങനത്തെ റേറ്റിലൊക്കെയാണ്. പക്ഷെ നമ്മൾ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുക. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിനും തോന്നെ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ വഴിയോര കച്ചവടക്കാരില്ലേ ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ മഴ ചാറുമ്പോഴേക്കും ഇവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. കുറേ പേര് ഷീറ്റൊക്കെ വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. അതേപോലെ കുറേ പേര് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കിങ്ങനെ പാവം തോന്നി കേട്ടോ, അവരെത്ര റിസ്ക് എടുക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ പഴനീൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്.
അവിടെ വരെ നമുക്ക് ഫോണ് ഉപയോഗിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ മുകളിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടു കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നിടത്തൊന്നും ആളുകൾ ഇങ്ങനെ ഫോൺ എടുത്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും, പക്ഷേ ഏറ്റവും മുകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എത്ര 15 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പൈസ പിഴയോ അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞു കേട്ടോ. നമ്മൾ പിന്നെ ആദ്യം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എടുക്കാതെ പോയത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ 100 രൂപയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അവർ 50-ന് എടുത്തോളാൻ പറഞ്ഞു. അവർക്ക് ഇഷ്ടത്തോടെ ഒന്നും ആയിരിക്കില്ല തന്നത്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോഴേക്ക് ഇവിടെ അവർ പ്രാവുകൾക്ക് ഭക്ഷണം കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കുറേ പ്രാവുകളുണ്ട് ആ കൂട്ടിലും. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഒക്കെ അഞ്ചു റെഡി ആക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് വിളമ്പിയൊക്കെ വെക്കുന്നുണ്ട്. മോളെ താഴെ വെക്ക്. അപ്പറ്റായി കൊടുക്കുക കേട്ടോ. ഒന്ന് മേടിക്കും. വെള്ളം അർജന്റുള്ളൊരു കയ്യിലെച്ചോടി എന്തിനാണ് ഇനി ഞങ്ങൾ നാട് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ റൂമൊക്കെ പൂട്ടി കീയൊക്കെ കൊടുത്തിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ചെറിയ മഴ ചാറുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. മറ്റേ പേരയ്ക്കയ്ക്ക് അങ്ങനെ അവർ പേരയ്ക്കൊക്കെ പറഞ്ഞ എത്ര 25 എണ്ണം 100 രൂപയ്ക്കോ അങ്ങനെ എന്തോ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു വൈകുന്നേരം 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ പഴനിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മുടെ പഴനി യാത്ര. പിന്നെ കുറച്ച് നേരം യാത്രയൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിൽ വണ്ടി നിർത്തിയിട്ടോ. അവിടുന്ന് എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഉണ്ടല്ലോ. ആ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ച് പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ കാറ്റാടി യന്ത്രങ്ങളെ കണ്ടത്. പിന്നെ ഞാൻ പഴനിയിൽ വന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളൂ. അത് ചെറിയ കുട്ടിയായ സമയത്താണ് കേട്ടോ. അന്നൊക്കെ ഈ കാറ്റാടി യന്ത്രം കാണാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ പഴനി യാത്രയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.